നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ 20 വർഷം തികച്ചതിനോടനുബന്ധിച്ച് നടത്തുന്ന ആൽഫ സാന്ത്വന പരിചരണത്തിന്റെ 20 വർഷങ്ങൾ എന്ന പേരിൽ സെപ്റ്റംബർ 3 നടക്കുന്ന ചർച്ചായോഗവും സെമിനാറും വിജയിപ്പിക്കുന്നതിനുള്ള ആലോചനായോഗം വെള്ളാങ്കൽ ലിങ്ക് സെന്ററിൽ നടന്നു. പ്രസിഡന്റ് സക്കീർ ഹുസൈന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സെക്രട്ടറി മെഹർബാൻ ഷിഹാബ് സ്വാഗതം പറഞ്ഞു. വർക്കിംഗ് പ്രസിഡന്റ് ഷഹീർ കാരുമാത്ര വിഷയാവതരണം നടത്തി. പ്രൊഫസർ വർഗീസ്, അൻവർ പട്ടേപ്പാടം, ഫക്രുദ്ദീൻ, അബ്ദുൾ ഗഫാർ, ഹസീന, ഫിസിയോതെറാപ്പിസ്റ്റ് ദിയ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സെൻട്രൽ കൗൺസിൽ അംഗം TSK അസീസ് നന്ദി രേഖപ്പെടുത്തി. ആൽഫ കൊടുങ്ങല്ലൂർ സെന്ററിൽ ആൽഫ 20 വർഷം പൂർത്തീകരിച്ചതിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 1 നടക്കുന്ന സെമിനാറും ചർച്ചായോഗവും വിജയിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്നതിന് തിങ്കളാഴ്ച യോഗം ചേരും. വൈകിട്ട് 3:30 നടക്കുന്ന യോഗത്തിൽ പ്രസിഡന്റ് KA ഖദീജാബി അധ്യക്ഷത വഹിക്കും. സെക്രട്ടറി EV രമേശൻ ചർച്ചകൾക്ക് നേതൃത്വം നൽകും. എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. ആൽഫ പുനലൂർ സെന്ററിന്റെ മുഖ്യ സ്പോൺസറായ MSI ഇന്ത്യ സോഷ്യൽ ഇമ്പാക്ട് അസോസിയേറ്റ് മുസാബ് ആലം സെന്റർ സന്ദർശിച്ചു. സെന്റർ ഭാരവാഹികളായ രക്ഷാധികാരി ജോൺ തോമസ്, സെക്രട്ടറി M സലീംകുട്ടി, സെൻട്രൽ കൗൺസിൽ മെമ്പർ ബാബുക്കുട്ടൻ, ജോയ് ഫിലിപ്പ്, നസറുദ്ദീൻ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അക്ഷയ് ബാബു, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്ന് അതിഥിയെ സ്വീകരിച്ചു. സെന്ററിൽ ഫിസിയോതെറാപ്പി പരിചരണത്തിലുള്ളവരുമായി ആശയവിനിമയം ചെയ്ത ശേഷം സന്നദ്ധ പ്രവർത്തകരുമായി സെന്ററിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും ചർച്ച ചെയ്തു. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, SAPC സ്റ്റേറ്റ് കോർഡിനേറ്റർ ഫാബിൻ ബേബി, പത്തനംതിട്ട കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ എബിൻ മാത്യൂസാം എന്നിവരും സന്ദർശക സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.